ഉച്ചയ്ക്ക് ഒരു കോള് വന്നിട്ടാണ് ഞാൻ വണ്ടി എടുത്ത്. അച്ഛന് ചെറിയൊരു പിന്നെ ഒരു ചെറിയൊരു മുറിവ്. അപ്പോൾ എൻ്റെ കൂടെ എളുപ്പം അങ്ങോട്ട് ചെല്ലാമെന്ന് പറഞ്ഞു. ഞാൻ ഇറങ്ങിയപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഗുണ്ടപ്പനും കയറിയിരുന്നു. പക്ഷേ അച്ഛന് ചിലപ്പോൾ ആശുപത്രി കൊണ്ടുപോകേണ്ടി വരുമെങ്കിലോ എന്ന് കരുതിയിട്ട് ഞാൻ കുഞ്ഞുവിനോട് പറഞ്ഞു, കുഞ്ഞിനെ ഇരിക്കാൻ പറഞ്ഞപ്പോൾ അങ്ങ് ഇരുന്നവൻ. എന്നിട്ട് എൻ്റെ കൂടെ വരുമെന്നുള്ള ഒരിത്, പിന്നെ കയറി ഇരുന്നതിൻ്റെ ഒരിത് പാവം തോന്നിയോണ്ട് അവനെ കുറച്ച് ദൂരം ഞാൻ ഉരുട്ടി കൊണ്ടുപോയതാണ്. കണ്ട അവിടെ വരെ കൊണ്ടുപോയിട്ട് പിന്നെ അവളോട് വന്നിട്ട് ഞാൻ പറഞ്ഞു, നീ എടുത്തുകൊണ്ട് പോകാം. അവൾക്കപ്പോൾ ഇതിനിടയിൽ കാരയ്ക്ക നോക്കണം. അപ്പോൾ അതും കഴിഞ്ഞിട്ട് ഇങ്ങനെ നടത്തിക്കൊണ്ടുപോകാൻ നിന്നപ്പോൾ ഞാൻ വഴക്ക് പറഞ്ഞു, എടുത്തുകൊണ്ട് അപ്പുറത്തോട്ടാക്കാൻ. പിന്നെ ഞാൻ വീട്ടിൽ വന്നപ്പോഴേക്കും അച്ഛൻ പിന്നെ വെറുതെ ഇരിക്കില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഏത് സമയവും എന്തെങ്കിലുമൊക്കെ ചെയ്തും പറക്കിയിരിക്കും. ഇവിടെയാണ് മുറിവ്, കണ്ട കന്നത്തിൻ്റെ ഇവിടെ. അത് വിറക് വെട്ടിയപ്പം വിറകിൻ്റെ കമ്പോ എന്തോ കയറി കൊണ്ടതാണ് ഈ അടിച്ചിട്ട്. അപ്പം ചെന്നപ്പോൾ അത് ആമിയെ ഞാൻ ചെന്നപാടെ അഴിച്ചു വിട്ടു. നമ്മളൊക്കെ ഉണ്ടെങ്കിൽ അവൾ ഒരിടവും പോകില്ല. പക്ഷെ ഓടിച്ചെന്ന് എന്നെയൊന്നും വേണ്ട, അവൾക്ക് മാവനെ മതി എന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് കിടക്കുകയായിരുന്നു. പിന്നെ അത് അവൾ അങ്ങനെ ഞങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരിടവും പോകില്ല. ഞാനുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അവൾക്ക് അവിടെ വരേണ്ട കാര്യമില്ലല്ലോ. എങ്കിൽ ഇവിടെ തന്നെ അവൾ ഫ്രീ ആയിട്ടിരിക്കും. എങ്കിൽ പിന്നെ എന്നാലും അമ്മയ്ക്കൊക്കെ പേടിയടി, ഇട്ടിട്ട് പൊക്കളയുന്നു. പക്ഷേ ഇല്ല, എന്നെ ചുറ്റി ഇവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കൊന്ന് കെട്ടാനായിട്ട് വിളിക്കുമ്പോൾ അവൾക്കറിയാവേ. അപ്പോൾ ഞാൻ വിളിക്കുമ്പോഴേക്കും അവൾ ഓടാൻ നിന്ന്. പക്ഷെ ഞാൻ പിടിച്ച് കെട്ടിയിട്ടിട്ട് വന്ന്. പിന്നെ അച്ഛനെ നിർബന്ധിച്ചിട്ട് അച്ഛൻ വരത്തില്ല, എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എന്നാലും കണ്ണിന് ഒന്നും കൊണ്ടില്ല, ചെറുതായിട്ട് ഈ 2 സൈഡിലായിട്ട് കാണിച്ചില്ലേ. പിന്നെ ഞാൻ ആശുപത്രിയിൽ അച്ഛനെ നിർബന്ധിച്ച് ഞാൻ കൊണ്ടുപോയി. ഇവിടെ ചെറിയതായിട്ടൊന്ന് ഒട്ടിച്ചൊക്കെ കൊടുത്തു ആശുപത്രിയിൽ പോയിട്ട്. പിന്നെ അച്ഛൻ്റെ അടുത്ത് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് അച്ഛൻ കേട്ടില്ല. അച്ഛനിന്ന് ഡ്യൂട്ടി ഉണ്ട്, അച്ഛൻ പോയി. പിന്നെ ഒരു ഇഞ്ചക്ഷൻ എടുത്തു, TT. അതും എടുത്ത് കൈ ഇങ്ങനെ കുടഞ്ഞത്. പിന്നെ കൊണ്ടുവന്ന് ഞാൻ വെള്ളവടാക്കി. അവിടെ നിന്ന് അച്ഛന് തിരുവനന്തപുരത്ത് നിന്ന് പോകാൻ പറ്റും. പിന്നെ ഇതാ വീട്ടിൽ വന്നപ്പം പിന്നെ ചോറും ഒക്കെ കഴിക്കുന്നു. പക്ഷെ എൻ്റെ ഗുണ്ടപ്പന് യാതൊരു പിന്നെ എന്ന് വെച്ചാൽ അവിടെ ആര് ചോറ് കഴിച്ചാലും അവനൊരു കുസലുമില്ല. പിന്നെ ഞാൻ ചോറെടുത്തുകൊണ്ട് വന്ന് കൊടുക്കാൻ നേരത്തുള്ള ഓട്ടമാണ് അവൻ്റെ സ്ഥിര പരിപാടിയാണ്. പിന്നെ ഗേറ്റിൻ്റെ അതുവരെ ഓടാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് മോഹൻ അങ്ങോട്ട് നീക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ചോറ്, അതിനപ്പുറം അവന് ഓടാൻ പറ്റില്ലല്ലോ. പിന്നെ എനിക്ക് ഗതികെട്ട് വാ തുറന്ന് തരണേണ് കേട്ടോ. പിന്നെ അച്ഛനെ ഞാൻ രാത്രി വിളിച്ചിട്ടുണ്ടായിരുന്നു. നീരും ഉണ്ട് വേദനയും ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ആശുപത്രിയിൽ നിന്ന് ഒരു ഓയിൽമെൻ്റ് അല്ലാതെ വേറെ ഗുളികയൊന്നും തന്നില്ല. ഇഞ്ചക്ഷൻ ഞങ്ങൾ ചോദിച്ച് മേടിച്ചതാണ്, അല്ലാതെ അവിടെ നിന്നൊന്നും